സലബയുടെ പിടഞ്ഞു വീഴുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ പള്ളിക്കകത്ത് ബോധം കെട്ട് വീഴുകയാണ്. റബ്ബിന്റെ മുന്നിൽ പോകുന്ന ആയത്തോതുമ്പോ, മരണത്തിന് ശേഷമുള്ള ആയത്തോതുമ്പോ അവിടുന്ന് പിടഞ്ഞു താഴെ വീണു. നമസ്കാരം കഴിഞ്ഞപ്പോ മുത്തുനബി ചോദിക്കുന്നു, ഉമറേ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? നബിയേ കിടക്കുന്നു നബിയേ. അല്ലാഹുവേ പള്ളിക്കകത്ത് തളർന്ന് കിടക്കുന്ന സഅലബയുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു വന്നിട്ട് പറഞ്ഞു, സഅലബാ അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചു, നിന്റെ പാപം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ഇല്ല നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുക്കൂല. കാരണം ഞാൻ അത്രയ്ക്ക് വലിയ ദ്രോഹം ചെയ്ത വ്യഭിചാരിയാ. ഞാൻ വ്യഭിചരിച്ചവനാ നബിയേ, ഞാൻ വ്യഭിചാരം ചെയ്തവനാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും സമാധാനമില്ല. പള്ളിക്കകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. പ്രവാചകൻ അവസാനം പറഞ്ഞു, പള്ളിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ. അവിടുന്ന് സഅലബാനെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു മാറ്റവുമില്ലടാ ചെറുപ്പക്കാരാ. വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാ. എന്തിനെ കുറിച്ച്? റബ്ബിനെ പേടിച്ചിട്ട്, ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് വീടിന്റെ അകത്ത് കിടന്ന് രാപ്പകലുകൾ കരച്ചലാ. 8 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു. സൽമാൻ തങ്ങൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. സഅലബയുടെ കരച്ചൽ ഇപ്പോഴും മാറിയിട്ടില്ല നബിയേ. ഒന്ന് സമാധാനിപ്പിക്ക് നബിയേ, ഒന്ന് സമാധാനിപ്പിക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മുത്തുനബി അടുത്ത് ചെന്നു, അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് ചെന്നു. സഅലബയുടെ തലയെടുത്ത് മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് തലയെടുത്ത് വെക്കുമ്പോ സഅലബ തലയങ്ങ് താഴേക്ക് വലിച്ചിടുകയാ. മുത്തുനബിയുടെ മടിയിൽ വെച്ച തലയെടുത്തങ്ങ് താഴേക്ക് ഇടുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സഅലബ എന്തിനാ നീ തലയങ്ങ് താഴേക്കെടുത്ത് മാറ്റിയത്? എന്റെ മടിയിൽ തലവെക്കാൻ എല്ലാരും ഇഷ്ടപ്പെടുവല്ലോ, എന്തിനാ ഈ മരിക്കുന്ന സമയത്ത് എന്റെ മടിത്തട്ടിൽ നിന്ന് തലയെടുത്ത് താഴെയിട്ടതെന്ന് ചോദിക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ അതിനുള്ള അർഹത എനിക്കില്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ, അങ്ങയുടെ മടിയിൽ തലവെക്കാൻ എനിക്കെന്ത് യോഗ്യതയാ? ഒരു പെണ്ണ് കുളിച്ചോണ്ട് നിന്നപ്പോ ഞാൻ നോക്കിയില്ലേ നബിയെ? ഞാൻ വ്യഭിചരിച്ചവനല്ലേ നബിയെ? അങ്ങ് പറഞ്ഞു വിട്ടപ്പോ ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ രണ്ടാമതും നോക്കിയ ദ്രോഹിയാ നബിയെ. അങ്ങയുടെ മടിയിൽ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല, അങ്ങയുടെ മടിയിൽ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല. ചെറുപ്പക്കാരാ ചിന്തിക്കടാ, ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിൽ നിന്നെ പോലെ വികാരമുള്ള, വിചാരമുള്ള, മോഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള അല്ലാഹുവേ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതുപോലെ നിലവിളിച്ചെങ്കിൽ എന്റെയും നിന്റെയും ഗതി എന്തേ ചിന്തിക്കാത്തത്? ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വല്ല കണക്കുണ്ടോ മക്കളെ? വ്യഭിചരിച്ചില്ലേടാ? എന്തെല്ലാം പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും പടച്ചവരെ എത്രയോ ദ്രോഹങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ദുആ ചെയ്യുമ്പോ നിന്റെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ ഞാനും നിങ്ങളും പോയി നിൽക്കേണ്ടവരല്ലേ? എന്തേ ചിന്തിക്കാത്തത്? മരണത്തെ കുറിച്ച് ആലോചിക്കാത്തത്? അല്ലാഹുവിന്റെ മുന്നിൽ പോയി പരലോകത്ത് വിചാരണയ്ക്ക് നിൽക്കേണ്ടവനല്ലേ? ഈ ഓർമ്മ എന്തേ മക്കളെ ഇല്ലാതെ പോയത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവേ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. അല്ലാഹുവേ തലയങ്ങ് താഴെയിട്ടു. അവിടുന്ന് പറഞ്ഞു, നബിയെ അർഹതയില്ല, ഈ ദ്രോഹിയായ എനിക്ക് അങ്ങയുടെ മടിയിൽ തലവെക്കാ യോഗ്യതയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅലബ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്